സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. ക്രിസ്തുമസിനെ കുറിച്ചൊരു 5 കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ നിന്നെ അന്വേഷിക്കുന്ന വ്യക്തികളെ നീ അന്വേഷിക്കുന്നതാണ്. ലോകത്തിൽ എല്ലാവരും പലതും അന്വേഷിക്കുന്നു, എന്നാൽ യേശു ക്രിസ്തു നമ്മെ അന്വേഷിക്കുന്നു. അവൻ എത്രത്തോളം നമ്മെ അന്വേഷിച്ചാലും നാം അവനെ അന്വേഷിക്കാതിരുന്നാൽ, അവങ്കിലേക്ക് തിരിയാതിരുന്നാൽ അവനെ കണ്ടുമുട്ടുവാനായി കഴിയില്ല. ലോകത്തിൽ ഇത്രയും ആളുകൾ ഉണ്ട് എങ്കിലും കുറച്ചാളുകൾ മാത്രമാണ് ദൈവത്തെ കണ്ടുമുട്ടിയിരിക്കുന്നത്. കാരണം ബാക്കിയുള്ള ആളുകൾ അവനിൽ നിന്ന് ഓടി മാറുകയാണ് ചെയ്യുന്നത്. പശ്ചാത്തപം, റിപ്പന്റ് എന്ന വാക്കിന്റെ അർത്ഥം തിരിയുക എന്നാണ്, തിരിഞ്ഞു പോവുക എന്നാണ്. മാനവജാതി തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ പാപത്തിൽ മുഴുകി ജീവിക്കുന്നു. ചിലർ ലോകപരമായ പാപത്തിൽ, ചിലർ ശാരീരികമായ പാപത്തിൽ, ചിലർ ലോകപരമായ കാര്യങ്ങളിൽ എന്തോ അന്വേഷിച്ചുകൊണ്ട് കഷ്ടപ്പെടുകയാണ്, അധ്വാനിക്കുകയാണ്, എന്തെല്ലാമോ നേടിയെടുക്കുവാൻ, എന്തൊക്കെയോ സാധിച്ചെടുക്കുന്നതിന്. രാവിലെ ഉണർന്നതു മുതൽ രാത്രി കിടക്കാൻ പോകുന്നതുവരെയും മനുഷ്യൻ കഷ്ടപ്പെടുകയാണ്. സന്തോഷത്തിനു വേണ്ടി പ്രയാസപ്പെടുന്നു, സമാധാനത്തിനു വേണ്ടി പ്രയാസപ്പെടുന്നു, സമ്പാദ്യത്തിനു വേണ്ടി പ്രയാസപ്പെടുന്നു, സൗഖ്യത്തോടെ ആയിരിക്കുവാൻ അധ്വാനിക്കുന്നു. എന്നാൽ പിന്നിലുള്ള കർത്താവ് ഓടിവരികയാണ്. ഇതാ സന്തോഷം എൻ്റെ പക്കൽ ഉണ്ട്, സമാധാനം എൻ്റെ പക്കലുണ്ട്, ഞാൻ അനുഗ്രഹിച്ചാൽ അത് എന്നേക്കുമുള്ള അനുഗ്രഹമാണ്. ഇതാ ഞാൻ നിങ്ങളെ അന്വേഷിച്ചു വരികയാണ് ചെയ്യുന്നത്, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുവാൻ മതിയായ ദൈവമാണ് എന്ന് പറഞ്ഞ് അവൻ പിന്നാലെ ഓടിവരികയാണ്. എന്നാൽ നാം പിന്തിരിഞ്ഞു നോക്കാതെ മുൻപോട്ട് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. എത്ര കാലം നമ്മൾ അങ്ങനെ ഓടിപ്പോയാലും ശരി, പിന്തിരിഞ്ഞു നോക്കാതിരുന്നാൽ, നിന്റെ പിന്നാലെ വരുന്ന കർത്താവിനെ നിനക്ക് കാണാൻ കഴിയാതിരുന്നാൽ രക്ഷിക്കപ്പെടാൻ കഴിയില്ല. ആ ദിവസം സക്കായി യേശുക്രിസ്തു എങ്ങനെയുള്ളവൻ എന്ന് കാണേണ്ടതിനു വേണ്ടി ആഗ്രഹത്തോട് വന്നു. എന്നാൽ യേശുക്രിസ്തു അവനെ കാണുവാൻ ആയിരുന്നു അവിടേക്ക് വന്നത്. എന്നാൽ സക്കായി അന്വേഷിച്ചിറങ്ങിയില്ലായിരുന്നുവെങ്കിൽ യേശുവിനെ കണ്ടുമുട്ടുവാൻ കഴിയില്ലായിരുന്നു. ഈ ദിവസം നമ്മളിൽ എത്ര ആളുകളുണ്ട് കർത്താവിനെ അന്വേഷിക്കുന്നവർ? വചനത്തിൽ പറയുന്നു, എന്നെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തുമെന്ന്. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്നു. ഇന്ന് അനേകം ആളുകളും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പൂർണ്ണമായിട്ടും രുചിച്ചറിഞ്ഞിട്ടില്ല, അതിൻ്റെ ടേസ്റ്റ് അനുഭവിച്ചറിഞ്ഞിട്ടില്ല. ടേസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് ആസ്വദിക്കുന്നതും അത് കുടിക്കുന്നതും അനുഭവിക്കുന്നതും വേറെയാണ്. അവൻ്റെ സ്നേഹം എത്രത്തോളം വിശാലമായതാണ് എന്നത് അനുഭവിച്ച് അറിയേണ്ടതാണ്. ആ സമയത്ത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകാനിടയാകും. ഈ ലോകത്തിലെ വിഷയങ്ങൾ നോക്കുമ്പോൾ വലിയ വിരക്തി ഒരു വ്യക്തിക്കുണ്ടാകും. അന്നുണ്ടായിരുന്ന ജ്ഞാനികൾ കർത്താവിനെ തിരക്കി വരുവാനിടയായി, അന്വേഷിച്ചു വന്നു. അവർക്ക് വഴി കാട്ടുവാനായിട്ട് ദൈവം ഒരു നക്ഷത്രത്തെ സ്ഥാപിച്ചു. ആ നക്ഷത്രത്തെ പിന്തുടർന്നാണ് അവർ മുൻപോട്ട് പോയത്. നക്ഷത്രം നോക്കി വന്നതായ ആളുകൾ ഹെരോദാവിന്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അവിടേക്ക് കയറിപ്പോയി. എന്നാൽ തങ്ങൾക്ക് വഴികാട്ടി തന്നതായ നക്ഷത്രം അവിടെ നിൽക്കുന്നുണ്ടോ പോകുന്നുണ്ടോ എന്നതൊന്നും ശ്രദ്ധിക്കുവാനായിട്ട് മിനക്കെട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് അവർ വഴിതെറ്റിപ്പോയത്, സമയം വ്യർത്ഥമായത്. അതിൻ്റെ പര്യവസാനം പ്രശ്നത്താൽ നിറഞ്ഞതായിരിക്കും. നിന്നെ ഈ ലോകത്തിൽ നടത്തുവാനായിട്ട് കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് നമ്മെ ക്രിസ്തുവിലേക്ക് വഴി നടത്തും. ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതായ സകല കാര്യങ്ങളും അറിയിച്ചു തരും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ ഹിതം എന്താണെന്ന് അവൻ നിനക്ക് അറിയിച്ചു നൽകാനിടയാകും. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ നിന്റെ ഹിതമെന്ത്, നിന്റെ ഇഷ്ടമെന്താണ്, നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി എന്താണെന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നതായ ആളുകൾ കർത്താവിനെ അന്വേഷിക്കുക, അവനെ പിന്തുടരുക. അനേകം ആളുകൾ കർത്താവിനെ കണ്ടുമുട്ടാനിടയാകും. എന്നാൽ അവരുടെ ജീവിതത്തെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കില്ല. കർത്താവ് അവരെ സ്നേഹിക്കുന്നുണ്ട്, അവരെ രക്ഷിച്ചു എന്നുള്ള വിഷയമെല്ലാം അവർക്ക് അറിയാം. കർത്താവിൻ്റെ സ്നേഹം എന്താണെന്നറിയാം, കർത്താവിൻ്റെ വിടുതൽ എന്താണെന്നറിയാം. എന്നാൽ അവരുടെ ജീവിതത്തെ മാത്രം സമർപ്പിക്കില്ല. യഥാർത്ഥമായ ക്രിസ്മസ് കർത്താവിനെ കണ്ടുമുട്ടുകയും
കണ്ടുമുട്ടിയ ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ്. മറിയ സമർപ്പിച്ചു, ഇതാ ഞാൻ ദൈവത്തിന്റെ ദാസി, നിന്റെ ഹിതമെന്നിൽ നിറവേറുമാറാകട്ടെ. യോസഫ് സമർപ്പിച്ചു. ദൈവത്തിന്റെ ദൂതൻ അവനോട് പറഞ്ഞതായ വാക്കുകൾ അംഗീകരിച്ച് അവളെ ചേർക്കുവാന് ഇടയായി എന്നത് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. ജ്ഞാനികളും അതുപോലെ സമർപ്പിച്ചു, കർത്താവിന്റെ സന്നിധിയിൽ നമസ്കരിച്ച് ദൈവത്തെ ആരാധിക്കുവാനിടയായി. ഇന്ന് അനേകം ആളുകളും ക്രിസ്മസ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നു. എന്നാൽ ഈ ദിവസം കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഇതാ കർത്താവേ, എന്നെ സമർപ്പിക്കുന്നു, എൻ്റെ ചിന്തകൾ, എൻ്റെ ഇഷ്ടം, എൻ്റെ ആഗ്രഹങ്ങൾ, അവയെല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. നീ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ ഞാൻ ചെയ്യാം എന്ന് സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ സന്തോഷം. കർത്താവിനെ അന്വേഷിക്കുന്നത്, നിന്നെ പിന്തുടരുന്ന കർത്താവിനെ കണ്ടുമുട്ടിയ കർത്താവിനെ നീ സമർപ്പിക്കുക എന്നതാണ് പ്രധാനം. ക്രിസ്മസിന്റെ സ്റ്റോറിയെക്കുറിച്ച് നാം പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, ജ്ഞാനികളെക്കുറിച്ചും ആട്ടിടയന്മാരെക്കുറിച്ചും എല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആട്ടിടയന്മാർക്ക് ദൈവദൂതന്റെ പ്രത്യക്ഷത ലഭിച്ചു. ദൈവദൂതൻ വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സ്വർഗീയ സൈന്യം ഇറങ്ങി വരുവാനിടയായി അവർക്ക് വേണ്ടി. അവർക്ക് വെളിപ്പെട്ടിട്ട് അവരോട് പറയുകയാണ്, ഇതാ നിങ്ങളിനിയും അടിമത്തത്തിലോ ദുഃഖത്തിലോ ഭാരത്തിലായിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി രക്ഷകൻ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന ശുഭവർത്തമാനം അവരെ അറിയിച്ചു. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സർവ്വ ലോകത്തിനും വരുവാനുള്ള മഹാസന്തോഷത്തിന്റെ ശുഭവാർത്തയാകുന്നു ഇതെന്ന് പറഞ്ഞു. ആട്ടിടയന്മാർ ആ വാക്ക് കേട്ടപ്പോൾ അവർ സമർപ്പിക്കുവാനിടയായി. അതിനുശേഷം അവർ ക്ഷണത്തിൽ കടന്നുപോയി ആ കർത്താവിനെ കാണുവാനിടയായി, ആനന്ദിക്കുവാനിടയായി. യഥാർത്ഥമായ ആനന്ദം യേശുവിനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നതാണ്. നീ നല്ല വസ്ത്രമൊക്കെ ധരിച്ച കണ്ണാടിയിൽ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ കുറവുകൾ കണ്ടുപിടിക്കാൻ കഴിയും. അല്ലെങ്കിൽ നിന്റെ അടുത്തിരിക്കുന്ന ആളുകൾ നല്ല വസ്ത്രം ധരിച്ചിരിക്കുകയാണെങ്കിൽ എന്താണ് ചിന്തിക്കുന്നത്? അവരെ കണ്ടിട്ട് അസൂയപ്പെടുവാനിടയാകും. ഈ ഉത്സവ ദിവസം വരുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന അസുഖമാണ് അസൂയ. അനേകം ആളുകൾ വളരെ വ്യത്യസ്തമായ മനോഹരമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വരുമ്പോൾ അതുകണ്ട് സന്തോഷിക്കുവാൻ ഇടയാകണം. എന്നാൽ ഈ കാലത്തുള്ള മനുഷ്യർക്ക് ആ ആനന്ദമില്ല. കാരണം യേശുവിനെ കാണുന്ന വ്യക്തിയുടെ ഹൃദയത്തിലാണ് യഥാർത്ഥ സന്തോഷമുള്ളത്. കർത്താവിനെ കാണുന്ന വ്യക്തിക്ക് എന്തു കണ്ടാലും ആരെ കണ്ടാലും സന്തോഷിക്കുവാൻ ഇടയാകുമെന്നതാണ് കാര്യം. എന്നാൽ കർത്താവിനെ അറിയാത്ത ഒരു വ്യക്തി എപ്പോഴും അസൂയയാൽ നിറഞ്ഞിരിക്കും, എപ്പോഴും പലവിധമായ ആകുലതകളിൽ നിറഞ്ഞിരിക്കും. യഥാർത്ഥ ക്രിസ്മസ് എന്ന് പറയുന്നത് ആനന്ദിക്കുന്നതാണ്, കർത്താവിൽ ആനന്ദിക്കുന്നതാണ്. പൗലോസ് വീണ്ടും പറയുന്നു, കർത്താവിൽ ആനന്ദിക്കുന്നതാണ് യഥാർത്ഥ സന്തോഷം. ഈ ദിവസം മാത്രമല്ല, നീ കർത്താവിനെ കണ്ടുമുട്ടി അന്നു മുതൽ നോക്കുമ്പോൾ നിന്റെ ജീവിതം മുഴുവനും സന്തോഷമാണ്. നിന്റെ ജീവിതത്തിൽ കഷ്ടത വന്നാലും ദുഃഖം വന്നാലും ഞെരുക്കം വന്നാലും ആർക്കും എടുത്തു മാറ്റുവാൻ കഴിയാത്ത സന്തോഷവും ആനന്ദവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാകും. യോസെഫിനും മറിയയ്ക്കും ഒരുപാട് കഷ്ടതയുണ്ടായി, അപമാനമുണ്ടായി, നിന്ദകളുണ്ടായി. മാനസികമായി ദുഃഖിച്ചു, ശാരീരികമായി ക്ഷീണിച്ചു. ആ പശുത്തൊട്ടിൽ കുഞ്ഞിനെ കിടത്തേണ്ടതായ കാര്യം എന്തുകൊണ്ട് അവർക്ക് വന്നു? അവർക്ക് നല്ല വീടുകളുണ്ടായിരുന്നു. എന്നാൽ യേശുവിനു വേണ്ടി, യേശുവിനെക്കുറിച്ചുള്ള പ്രവചനം നിറവേറ്റുന്നതിനു വേണ്ടി അവർ ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ കഷ്ടതയും ബുദ്ധിമുട്ടും ഞെരുക്കവുമുണ്ട്. എന്നാൽ അവരുടെ ഹൃദയത്തിൽ ഒരു വലിയ സന്തോഷമുണ്ട്. എന്താണ്? രക്ഷകൻ ഞങ്ങൾ മുഖാന്തരം ഞങ്ങളിൽ കൂടി ജനിച്ചിരിക്കുന്നു എന്നുള്ള വലിയൊരു സന്തോഷം, ആർക്കും എടുത്തു മാറ്റുവാൻ കഴിയാത്ത ഒരു സന്തോഷം അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു, മറിയയുടെയും യോസെഫിൻ്റെയും ഹൃദയത്തിൽ. അതാണ് ഇന്ന് നമുക്ക് വേണ്ട സന്തോഷം. വസ്ത്രത്തിൽ കൂടിയും പണത്തിൽ കൂടിയും ലഭിക്കുന്നതായ സന്തോഷം, പുകഴ്ത്തലുകളിൽ കൂടി കിട്ടുന്ന സന്തോഷം, ലോകപരമായ സന്തോഷം ഒരു ദിവസം പാറിപ്പോകും. എന്നാൽ ഞാൻ നൽകുന്ന സമാധാനം നിന്റെ ഹൃദയത്തിൽ വാഴണമെന്ന് കർത്താവ് പറയുമ്പോൾ, ആ സമാധാനം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ എല്ലാ സന്തോഷത്തെക്കാളും ഉന്നതമാണ്. ആട്ടിടയന്മാർ കർത്താവിനെ കണ്ട് ആനന്ദിച്ചു. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്, അത് ആരാധനയാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അവനു വേണ്ടി സമർപ്പിക്കുന്നതാണ്, അവനോട് പ്രാർത്ഥിക്കുന്നതാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖത്തെ നേരിൽ കാണുകയും അവനെ സന്തോഷത്തോടെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നതാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക എന്ന് വചനം പറയുന്നു. അന്ന് ബേത്ലഹേമിൽ ജനിച്ചതായ ക്രിസ്തു ഇന്ന് നീ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആത്മസ്വരൂപിയായിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ദർശനത്തെ, അതുപോലെ അവൻ്റെ സ്പർശനത്തെ, അവൻ്റെ ശബ്ദത്തെ, അവൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളതായ അനുഭവത്തെ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും. നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കൂ.
അതുമാത്രമല്ല, ആ ആട്ടിടയന്മാർ സന്തോഷിച്ചതിന് ശേഷം എല്ലാവരെ പോലെയും നിന്നില്ല. അവർ എന്തു ചെയ്തെന്നറിയാമോ? തങ്ങൾ കണ്ട വിഷയത്തെക്കുറിച്ച്, കേട്ടതായ വിഷയത്തെക്കുറിച്ച് പ്രചരിപ്പിച്ചു എന്ന് ബൈബിളിൽ പറയുന്നു. തങ്ങൾ രക്ഷകനെക്കുറിച്ച് കേൾക്കുവാനിടയായി, തങ്ങൾ ആ രക്ഷകനെ കൺകുളിർക്കെ കാണുവാനിടയായി. അതിനുശേഷം അവർ സന്തോഷിച്ച് ഉല്ലസിച്ചുകൊണ്ട് ബേത്ലഹേമിലെ വീഥികളിൽ കൂടി അവർ മുൻപോട്ട് പോയിക്കൊണ്ട് എല്ലാവരോടും ഈ വാർത്ത പ്രചരിപ്പിക്കുവാനിടയായി. കൺമുൻപിൽ കണ്ടതായ ആളുകളെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറയുവാനിടയായി, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ രക്ഷകരെ കണ്ടു എന്ന്. ഇതാ സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി വന്ന് ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ദൈവത്തെക്കുറിച്ചുള്ള പാട്ടുകൾ പാടിയെന്നവർ പറഞ്ഞു. അങ്ങനെ ദൂതൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ കടന്നുപോയി. ഞങ്ങൾ ചെന്നപ്പോൾ ബാലനായ, ശിശുവായിരിക്കുന്ന രക്ഷകനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞു. ഞങ്ങളുടെ ജീവിതം ധന്യമായി തീർന്നു, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു എന്നവർ മറച്ചു വയ്ക്കാതെ എല്ലാവരോടും പറഞ്ഞു. ഈ ദിവസം യേശുക്രിസ്തു നിനക്ക് വേണ്ടി, യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്ന വിഷയം നിനക്കറിയാം. കുറേ നാളുകൾ കൊണ്ട് കേൾക്കുന്നതാണ്. അതുകൊണ്ടാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ വലിയ വിലയൊന്നും ആർക്കും ഇപ്പോൾ ഇല്ലാത്തത്. ചിലരിത് അനാവശ്യമാണെന്ന് പറഞ്ഞ് വാദിക്കുന്നുണ്ട്. ചിലർ ഒരുപാട് കഥകൾ ഇതിനെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നു. കെട്ടുകഥകൾ, പലവിധമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു. പലരെ സംബന്ധിച്ചും ഇതൊരു വ്യാപാരത്തിൻ്റെ ഉത്സവമായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ പലർക്കും ആ രീതിയിലാണ് അനുഭവങ്ങൾ ഉണ്ടാകാനിടയാകുന്നത്. അങ്ങനെ ലോകത്തിലെ സാഹചര്യം നോക്കുമ്പോൾ, ലോകത്തിൽ തങ്ങൾക്ക് വേണ്ടി ജനിച്ചതായ കർത്താവിനെ കണ്ടുപിടിക്കുവാൻ കഴിയാതെ ക്രിസ്മസ് ഒരു ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത് കാരണം ഇന്ന് അനേകം ആളുകൾക്ക് ക്രിസ്മസ് എന്ന് പറയുന്നത് നിസ്സാരമായി മാറിയിരിക്കുന്നു. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ മദ്യപിക്കുക, ഭക്ഷണം കഴിക്കുക. നിങ്ങൾ ജാഗ്രത, ഡ്രിങ്ക് ആൻഡ് ഡാൻസ് അല്ല ക്രിസ്മസ് ആഘോഷം. അവനെ ആരാധിക്കുന്നതാണ്, അവനെ സ്തുതിക്കുന്നതാണ്, അവനിൽ സന്തോഷിക്കുന്നതാണ് യഥാർത്ഥമായ ക്രിസ്മസ് അനുഭവം. ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് നീ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം യേശു കർത്താവ് നിനക്ക് വേണ്ടി ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു എന്ന വിഷയം നീ ആ വ്യക്തിയെ അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരനെ, ബന്ധുവിനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ആചാരമായിട്ട് ഗ്രീറ്റിംഗ്സ് അയക്കുന്നതല്ല. യഥാർത്ഥമായി നിനക്ക് വേണ്ടി ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്നു, ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു, ഒരു വിമോചകൻ ജനിച്ചിരിക്കുന്നു എന്നുള്ളതായ സന്തോഷം നിന്റെ കൂട്ടുകാർക്ക്, നിന്റെ ബന്ധുക്കൾക്ക്, യേശുവിനെ അറിയാത്ത ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ആട്ടിടയന്മാർ അവർ നിന്ന് കണ്ടതും കേട്ടതുമായ കാര്യത്തെ എല്ലാം തന്നെ പ്രചരിപ്പിക്കാനിടയായി. നോക്കുക, ഒരു ദിവസം, ക്രിസ്മസിന്റെ ദിവസം നിങ്ങൾ കേൾക്കുന്നത് വളരെ കുറച്ചാണ്. എന്നാൽ വർഷം മുഴുവനും യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. വർഷം മുഴുവനും യേശുക്രിസ്തുവിന്റെ സന്ദേശങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. അവന്റെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. അവന്റെ അത്ഭുതങ്ങൾ വിവരിക്കപ്പെടുന്നു. നിങ്ങൾ ക്രമമായി ദൈവത്തിന്റെ ആലയത്തിൽ പോകുന്നവരാണെങ്കിൽ ഒരു വർഷം നോക്കുമ്പോൾ നിങ്ങൾ കർത്താവിനെക്കുറിച്ചുള്ള എത്രയോ പ്രസംഗങ്ങളാണ് കേൾക്കുന്നത്, എത്രയോ ഉപദേശങ്ങളാണ് കേൾക്കുന്നത്. ഒരു നിമിഷം ആലോചിക്കുക, നിങ്ങൾ കേട്ട വചനത്തെ വ്യക്തിപരമായിട്ട് അനുഭവിച്ചിട്ടുണ്ടോ? അവൻ നമ്മെ രക്ഷിക്കും എന്ന് പറയുമ്പോൾ ആ രക്ഷ അനുഭവിച്ചിട്ടുണ്ടോ? അവൻ നമ്മെ സൗഖ്യമാക്കും എന്ന് പറയുമ്പോൾ ആ സൗഖ്യം നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ? അവൻ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും എന്ന കേട്ട വചനത്തിനനുസരിച്ച് അങ്ങനെ നടന്നതായ അനുഭവമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അവനെ അനുസരിച്ച്, അവനെ സ്നേഹിച്ച്, അവൻ്റെ സാക്ഷിയായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. എത്ര വചനങ്ങൾ കേട്ടിരിക്കുന്നു എന്നതല്ല മുഖ്യം, നമ്മൾ അവൻ്റെ വചനത്തെ എത്രത്തോളം അനുസരിക്കുന്നു എന്നതാണ് പ്രധാനം. അവൻ്റെ ഒരു വാക്കാണെങ്കിലും അനുസരിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതം മുഴുവനും മാറുവാനിടയാകും. നമ്മുടെ ജീവിതത്തിലൊരു വ്യത്യാസമുണ്ടാകും. നാം ഈ ലോകത്തിലെ ആളുകളെ പോലെ, ലോകത്തിലെ ജനത്തിൻ്റെ പോലെ ജീവിക്കുകയില്ല. അവരെ പോലെ നാം ചിന്തിക്കുകയില്ല. അവൻ്റെ വചനത്തിൽ ശക്തിയുണ്ട്. അവൻ്റെ വചനത്തെ നാം വിശ്വസിക്കുകയാണെങ്കിൽ, അവൻ്റെ വചനത്തെ നാം അനുഭവിച്ചാൽ, അവൻ്റെ വചനത്തെ അനുസരിച്ചാൽ, അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് നാം ജീവിച്ചാൽ, നമ്മളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ക്രിസ്മസ് ആയിരിക്കും. ക്രിസ്തുവിനെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. എല്ലായ്പ്പോഴും അവനിൽ സന്തോഷിക്കാനിടയാകും. എല്ലായ്പ്പോഴും അവനിൽ ആനന്ദിക്കാനിടയാകും. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക, ഇന്ന് ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്ന ആളുകളിൽ എത്രത്തോളം ക്രിസ്തുവിൻ്റെ ഈ അനുഭവം പ്രാപിക്കാൻ കഴിയുന്നുണ്ട്? എത്രത്തോളം അവനിലുള്ളതായ ശക്തിയെ നമുക്ക് സ്വന്തമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? വരിക 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 എന്ന് നാം പാട്ടുപാടി ആരെയെങ്കിലും വരുവാനായി നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? അവനെക്കുറിച്ചുള്ള പാട്ടുപാടി
ആരാധിക്കുമ്പോൾ അവൻ നമ്മിൽ നിന്ന് ചോദിക്കുന്നത് പൊന്നല്ല, പണമല്ല, വസ്തുവകളല്ല, നമ്മുടെ ഹൃദയത്തെയാണ് ചോദിക്കുന്നത്. അവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് ലോകത്തിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയല്ല. നാം ഈ ലോകത്തിൽ വന്ന് ജനിച്ചതിൻ്റെ കാരണം ലോകത്തിൽ എന്തെങ്കിലും സമ്പാദിക്കാൻ വേണ്ടിയാണ്. മരിക്കുന്നതിന് മുൻപ് എന്ത് സമ്പാദിച്ചു എന്ന് പലരും പരിശോധിക്കാനിടയാകും. എൻ്റെ പിതാവ് എന്താണ് സമ്പാദിച്ചു വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് മക്കൾ അന്വേഷിക്കുന്നത് കാണാം. മക്കളും പറയും, മരിക്കുന്നതിന് മുൻപ് എനിക്ക് സ്വന്തമായി വീട് പണിയണം, എനിക്ക് വാഹനം വാങ്ങണം എന്നുള്ള പല ലക്ഷ്യങ്ങളും അവർ വയ്ക്കുവാനിടയാകുന്നത് കാണാം. എന്നാൽ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് ആത്മാക്കളെ നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു. എത്ര ആളുകളെ എനിക്ക് രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയും? എത്ര ആളുകളുടെ ജീവിതത്തെ എൻ്റെ സ്വന്തം രക്തത്താൽ കഴുകി അവരെ ശുദ്ധീകരിച്ച് വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ദാഹത്തോടുകൂടിയാണ് കർത്താവ് ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് അവനെ രക്ഷകനെന്ന് വിളിക്കുന്നത്. നമ്മുടെ ഭാരങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവം, നമ്മുടെ രോഗത്തിൽ നിന്ന് നമുക്ക് സൗഖ്യം നൽകുന്ന ദൈവം, നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യവും ഐശ്വര്യവും നൽകുന്ന ദൈവമാണ്. നമ്മുടെ സകല ആവശ്യങ്ങളും നിറവേറ്റിത്തരുന്ന ദൈവമാണ്. നീ യഥാർത്ഥമായി യേശുക്രിസ്തുവിനെ അംഗീകരിക്കുകയാണെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾ നടന്നു എന്നുള്ളതായ സാക്ഷ്യം നിനക്കുണ്ടോ? എൻ്റെ രോഗങ്ങൾ സൗഖ്യമായി എന്നുള്ളതായ ഒരു സാക്ഷ്യം നിനക്കുണ്ടോ? ഞാൻ അവനിൽ വിശ്വസിച്ചു, അവൻ്റെ രക്തത്താൽ ഞാൻ കഴുകപ്പെട്ടു, ഞാൻ രക്ഷ പ്രാപിച്ചു എന്നുള്ളതായ ഒരു സാക്ഷ്യമുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രക്ഷാ ദിവസമാണ്. ഇന്നു നിങ്ങൾക്ക് വേണ്ടി രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഏത് ദിവസം വായിച്ചാലും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു എന്ന് കാണാം. ഇതൊരു പഴയ സ്റ്റോറിയല്ല, ഒരു പഴയ കഥയല്ല, കെട്ടുകഥയല്ല. യേശുക്രിസ്തു ഈ ദിവസവും ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യനായ ദൈവമാണ്. ഈ ദിവസം നിന്നെ അവൻ വിടുവിക്കുവാൻ, നിന്റെ സ്വഭാവം മാറ്റുവാൻ, നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ, നിന്റെ രോഗത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ, നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ മതിയായ ദൈവമാണ്. കർത്താവിൽ വിശ്വസിച്ചിട്ട് എന്തുകൊണ്ട് നീ ഇപ്പോഴും ദരിദ്രനായിരിക്കുന്നു? ഇപ്പോഴും കഷ്ടതയിൽ തന്നെ പോകുന്നു? ഒരു ഭിക്ഷക്കാരനുണ്ട്. നഗരവീഥിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ജീവിതം മുഴുവനും ഭിക്ഷയാചിച്ചുകൊണ്ട് ജീവിച്ച വ്യക്തി. 1 രൂപയ്ക്ക് വേണ്ടി, 2 രൂപയ്ക്ക് വേണ്ടി. ആ ഭിക്ഷക്കാരൻ അങ്ങനെ മരിച്ചു. അവസാനം ആളുകൾ വിചാരിച്ചു ഈ ഭിക്ഷക്കാരൻ ജീവിതകാലം മുഴുവനും ഇങ്ങനെ ഭിക്ഷയാചിച്ച് നിൽക്കുവാനിടയായി. ആട്ടെ, ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമുക്കിവിടെ ഒരു പ്രതിമ ഉണ്ടാക്കാം, ഇവിടെ തന്നെ അത് സ്ഥാപിക്കാമെന്ന് പറഞ്ഞ് ആ സ്ഥലം അവർ കുഴിക്കുവാനിടയായി. അവിടെ കല്ലിടുന്നതിനു വേണ്ടി അവർ കുഴിക്കുന്നതായ സമയത്ത് കുറച്ച് ആഴത്തിൽ കുഴിച്ചപ്പോൾ എന്തിലോ ശക്തമായി തട്ടുന്നതായ ശബ്ദം കേട്ടു. അവർ നോക്കിയപ്പോൾ അവിടെ ഒരു പെട്ടി അവർ കിട്ടി. പണ്ടുകാലത്ത് ഇപ്പോഴത്തെ സേഫ് ലോക്കറെ പോലെ അങ്ങനെയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. പണ്ട് സ്വർണവും വെള്ളിയൊക്കെ ഏതെങ്കിലും ഒരു കുടത്തിലാക്കി മൂടി നല്ലവണ്ണം കെട്ടിയിട്ട് ആരും അറിയാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കുഴിച്ചിട്ടിട്ട് വരുമായിരുന്നു. വീടുകളിൽ ആ സമയത്ത് അവർക്ക് വയ്ക്കുവാനായിട്ട് കഴിയില്ലായിരുന്നു. അങ്ങനെ ആരോ ഒരാൾ മറച്ചു വച്ചിരുന്ന, കുഴിച്ചിട്ടിരുന്ന സ്വർണവും വെള്ളിയും വജ്രങ്ങളും, അങ്ങനെ കോടികൾ വിലയുള്ളതായ ആ സമ്പത്ത് അവർക്ക് അവിടെ നിന്ന് കിട്ടുവാനിടയായി. അവർ കുഴിച്ചു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ ഭിക്ഷക്കാരൻ തൻ്റെ ജീവിതകാലം മുഴുവനും ഇത്രയും വിലയേറിയ സ്വർണത്തിൻ്റെ രത്നത്തിൻ്റെയും ഉള്ള അടങ്ങുന്നതായ ഇതിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് 1 രൂപയ്ക്ക് വേണ്ടി, 2 രൂപയ്ക്ക് വേണ്ടി ഭിക്ഷയാചിച്ചത്. അവൻ്റെ കാലിൻ്റെ അടിയിൽ തന്നെ, അവൻ്റെ സമീപത്ത് തന്നെ അവൻ്റെ ജീവിതകാലം മുഴുവനും ജീവിക്കുവാൻ കോടിക്കണക്കിനുള്ളതായ ആസ്തി ഉണ്ടായിരുന്നു. എന്നാൽ അവനത് അറിയില്ലായിരുന്നു. ഇക്കാലത്തും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ ആളുകൾക്കും ബുദ്ധിയും ജ്ഞാനവും സകല സമ്പത്തും അവനിൽ ഗുപ്തമായിരിക്കുന്നു എന്നത് അറിയാതെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ടും വളരെ നിസ്സാരമായ ഒരു വിലയുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പറയുന്നത് കേൾക്കാം. എത്രത്തോളം ലളിതമായ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. കർത്താവേ, എനിക്കൊരു ജോലി നൽകണമേ, ഞാൻ അവിടെ ചെന്നിട്ട് ജോലിക്ക് അടിമയായിക്കൊള്ളാം. ചിലർ ചെന്ന് പറയും, കർത്താവേ, ഈ എക്സാം പാസ്സാകാൻ എന്നെ സഹായിക്കണമേ. ജ്ഞാനം തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരിക്കുമ്പോൾ പാസ്സാകുന്ന കാര്യം എന്താണ്? PhD ചെയ്യാൻ സഹായിക്കുവാൻ പറയണം. ജോലിയാണ് വിഷയം. നിന്നെക്കൊണ്ട് 100 പേർക്ക് ജോലി കൊടുക്കത്തക്ക രീതിയിൽ ദൈവം നിന്നെ ഉയർത്തുവാനിടയാകും. എന്നാൽ ഈ കാലത്തെ മനുഷ്യർ എത്ര സങ്കുചിതമായിട്ടാണ് ചിന്തിക്കുന്നത് നോക്കുക. കാരണം നിന്റെ കർത്താവ് എത്ര വലിയവനാണെന്ന് നീ മനസ്സിലാക്കുന്നില്ല. നിനക്ക് വേണ്ടി എന്തെല്ലാം ഒരുക്കിയിരിക്കുന്നു എന്നത് നീ മനസ്സിലാക്കുന്നില്ല. കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു വ്യക്തിയുടെ മനസ്സിൽ തോന്നിയിട്ടില്ലാത്തത് വിലയേറിയ കാര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. അത് ഈ ദിവസങ്ങൾ നീ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അന്ന് ശിശുവായിരുന്ന യേശുക്രിസ്തുവിനെ കണ്ടിട്ട് കുഞ്ഞിനെ ഓമനിച്ചിട്ട് അങ്ങനെ തന്നെ തിരികെ പോകുവാൻ ഇടയായില്ല ഇടയന്മാർ. സാധാരണ കൊച്ചുകുഞ്ഞുങ്ങളെ കാണുവാൻ വരുന്ന സമയത്ത് നല്ല ഓമനത്തുമുള്ള മുഖം, നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിന് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോവുകയല്ലേ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ കാണുന്നവർ സന്തോഷത്തോടെ കണ്ടിട്ട് മടങ്ങിപ്പോവുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ ശിശുവിനെ കണ്ടതായ സമയത്ത് ആ ശിശുവിലവർ പരിപൂർണനായ ക്രിസ്തുവിനെ കാണുവാനിടയായി. ഇവൻ രാജാക്കന്മാരുടെ രാജാവാണ്, കർത്താക്കന്മാരുടെ കർത്താവെന്ന് പറയുവാനിടയായി. ഇവർ മാനവരാശിയുടെ സകലോ പാപവും ചുമന്ന് മരിക്കേണ്ടവനാണെന്നും അവർ വിശ്വസിച്ചു. അതുതന്നെയല്ല, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്നും
അവർ വിശ്വസിച്ചു. പൂർണ്ണനായ ക്രിസ്തുവിനെ അവർക്ക് കാണുവാൻ കഴിഞ്ഞു. ഇന്ന് നിന്നെ നോക്കുമ്പോൾ എത്രയോ നാളുകളായിട്ട് നീ വചനം കേൾക്കുന്നുണ്ട്, ദൈവത്തിന്റെ ഉപദേശങ്ങൾ കേൾക്കുന്നുണ്ട്. നീ എന്താണ് ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? അവനൊരു ശിശുവല്ല. ഇന്ന് പലരും ശിശുവായ യേശു ക്രിസ്തുവിനെയാണ് കാണുന്നത്. അവൻ പൂർണ്ണനായ ദൈവമാണ്. അവൻ പാപികൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റതായ യേശു ക്രിസ്തുവാണ്. ഈ ജീവനുള്ള ക്രിസ്തുവിനെ നീ ആരാധിക്കുന്നു എന്നുണ്ടെങ്കിൽ നീയും ജീവിച്ചിരിക്കുവാനിടയാകും. നീ മരിച്ചവനെ പോലെ ആയിരിക്കുകയില്ല, കോമയിലുള്ളത് പോലെയല്ല. എന്താണ്? ഉത്സവ ദിവസം മാത്രമല്ല, ജീവിതം മുഴുവനും സന്തോഷിച്ച് ഉല്ലസിച്ചാർക്കണം. ജീവിതം മുഴുവനും സന്തോഷത്തോടെ ഉല്ലാസത്തോടെ ജീവിക്കണം. നിന്റെ ഭാരമെല്ലാം അവൻ ചുമക്കുന്ന ദൈവമാണ്. നിന്റെ ആകുലതകളെല്ലാം മാറ്റുന്ന ദൈവമാണവൻ. നിനക്ക് എന്തുകൊണ്ടാണ് ഭാരം? എന്തുകൊണ്ടാണ് വിഷമം? നിന്റെ കർത്താവിൽ നീ പൂർണ്ണമായി വിശ്വസിക്കാത്തത് കൊണ്ടാണ് നീ ഇന്ന് ആകുലതയുള്ളവനായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് എല്ലാ ദിവസവും ക്രിസ്മസ് ആണ്, എല്ലാ ദിവസവും സന്തോഷമാണ്, എല്ലാ ദിവസവും ആനന്ദമാണ്, എല്ലാ ദിവസവും സ്തുതിയാണ്. എല്ലാ ദിവസവും കർത്താവിന്റെ സന്നിധിയിൽ അവനെ ആരാധിച്ച്, അവനെ സ്തുതിച്ച്, മഹത്വപ്പെടുത്തി, അവൻ നൽകുന്ന കൃപകൾ ഏറ്റെടുത്തുകൊണ്ട് ആകാശത്തിലെ പക്ഷികളെ പോറ്റുന്ന ദൈവം എന്നെയും പോറ്റുമെന്ന് വിശ്വസിച്ച് ഒരു കുറവും കൂടാതെ എന്റെ കർത്താവ് എന്നെ കാക്കുമെന്ന വിശ്വാസമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം കാണണമെന്നുണ്ടെങ്കിൽ, വരുന്നതായി പുതുവർഷത്തിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതവും അനുഗ്രഹങ്ങളും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ, ജ്ഞാനികളെപ്പോലെ കർത്താവിനെ അന്വേഷിക്കാം, അവനെ കണ്ടുപിടിച്ച് അവന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കാം. ഇടയന്മാരെ പോലെ കർത്താവിനെ നമുക്ക് എതിരേൽക്കാം. യേശുക്രിസ്തുവിനെ കുറിച്ച് നാം കണ്ടതും കേട്ടതുമായ വിഷയങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉള്ളവർക്ക് പ്രചരിപ്പിക്കാം. യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, സകല ലോകത്തിനും വരുവാനുള്ളതായ മഹാസന്തോഷമാകുന്നു അത്. ഇതൊരു പ്രത്യേകമായ ദേശത്തിനു വേണ്ടിയുള്ളതല്ല, സർവ്വ ലോകത്തിനുമുള്ളതായ ഒരു മഹാസന്തോഷമാണ്. ഇന്ന് രക്ഷകനായ യേശുക്രിസ്തു നിനക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. മനുഷ്യനാവശ്യമായത് രക്ഷയാണ്. രക്ഷയ്ക്കാവശ്യം പണമായിരുന്നെങ്കിൽ ദൈവം പണം തന്നേനെ. മനുഷ്യന് വേണ്ടത് വിനോദങ്ങളാണെങ്കിൽ ദൈവം വിനോദവുമായിട്ട് ലോകത്തിലേക്ക് വന്നേനേയും. എല്ലാം ഉണ്ടെങ്കിലും മനുഷ്യനുള്ള കുറവ് എന്താണെന്നറിയാമോ? അവന് രക്ഷയില്ല, സമാധാനമില്ല, വിടുതലില്ല, സ്വാതന്ത്ര്യമില്ല. ഏതു സമയം മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞ് വിമർശിച്ചിട്ട് വാദിച്ച് ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. രണ്ടുപേർ കൂടിയാൽ പിന്നെ മൂന്നാമതൊരു വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും. 3 വ്യക്തികൾ കൂടിയിരുന്നാൽ പിന്നെ 4മതൊരു വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും. 5-6 പേർ കൂടിയിരിക്കുകയാണെങ്കിൽ പിന്നെ ദേശത്തുള്ള സകല ആളുകളെക്കുറിച്ചും അവൻ അങ്ങനെയാണ്, ഇവൻ അങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് വ്യർത്ഥമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന എത്രയോ ആളുകളുണ്ട്. നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവത്തെക്കുറിച്ച് പറയുന്നവർ എത്ര പേരുണ്ട്? ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിന്റെ കരുതലിനെക്കുറിച്ച് പറയുന്നവർ എത്ര പേരുണ്ട്? ഈ ദിവസം ഒരു തീരുമാനമെടുക്കാം. ഈ ക്രിസ്മസ് ദിനത്തിൽ എനിക്കൊരു വലിയ മാറ്റമുണ്ടാകണം. നീ എത്ര വലിയ ദൈവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നിന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട്, നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ട്, നിന്നെ ആരാധിച്ചുകൊണ്ട് നിന്റെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാനും സഹായിക്കണമെന്ന് കർത്താവിനോട് ചോദിക്കാം. ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. ഇപ്പോഴും നീ കുറവിൽ ആയിരിക്കുന്നുവോ? ഇപ്പോഴും ദുഃഖത്തിലായിരിക്കുകയാണോ? ഇപ്പോഴും നീ രോഗത്താൽ ഭാരപ്പെടുകയാണോ? ഇപ്പോഴും സമാധാനമില്ലാത്ത അവസ്ഥയിലാണോ? നിന്റെ ജീവിതത്തിൽ ഇപ്പോഴും പൂർണ്ണതയില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നുവോ? ഇതാ കർത്താവിങ്കിലേക്ക് വരിക. നിന്നെ പിന്തുടരുന്ന കർത്താവിങ്കിലേക്ക് നീ നോക്കുക. അവൻ നിന്നെ കരം നീട്ടി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, നിന്നെ കരം നീട്ടി ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന കർത്താവാണ്. അവങ്കിലേക്ക് നോക്കുക. അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്തുകൊണ്ട് എൻ്റെ പൈതൽ എൻ്റെ അടുക്കലേക്ക് വരുന്നില്ല? എന്തുകൊണ്ട് അവൻ എൻ്റെ വാക്ക് കേൾക്കുന്നില്ല? ഇതാ ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ എങ്കിലേക്ക് നോക്കുക, ഞാൻ നിന്നെ രക്ഷിക്കും, ഞാൻ നിന്നെ വിടുവിക്കും എന്ന് പറയുന്നതായ കർത്താവിങ്കിലേക്ക് നീ നോക്കുക. അവൻ്റെ മൃദു ശബ്ദത്തെ കേൾക്കുക. വായ് തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ നീ ഉണ്ടായാൽ മതി. നിന്റെ ചിറകിൻ്റെ മറവിൽ എന്നെ നീ സൂക്ഷിക്കണമേ. നിന്റെ കയ്യിൽ എന്നെ വഹിക്കുമാറാകണമേ. നിന്റെ കരം പിടിച്ചെന്നെ വഴി നടത്തണമേ. ഈ മരുഭൂപ്രയാണത്തിൽ ഞാൻ വീണുപോകുന്നു. ഞാൻ പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നു. ഞാൻ കഷ്ടതയിലായിരിക്കുന്നു, പരീക്ഷയിലായിരിക്കുന്നു. എനിക്കൊരു വിടുതൽ വേണം കർത്താവേ. എനിക്ക് സമാധാനം വേണം. എനിക്ക് വേണ്ടി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവേ, എന്നെ വിടുവിച്ചെടുക്കുമാറാകണമേ എന്ന് നമുക്കെല്ലാവർക്കും വായ് തുറന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് കർത്താവിനോട് നിങ്ങൾ പറയുക, കർത്താവേ, എനിക്ക് വേണ്ടിയാണ് നീ സ്വർഗത്തെ വിട്ടിറങ്ങി വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ നീ ജീവൻ നൽകിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടിയാണ് നീ മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത് എന്നുള്ളതും ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടിയാണ് നീ തിരികെ വരാൻ പോകുന്നത് എന്നുള്ള കാര്യവും ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ബലപ്പെടുത്തണമേ കർത്താവേ. വിശ്വാസത്തിൽ മുൻപോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ.
എന്നെ നീ ബലപ്പെടുത്തുമാറാകണമേ കർത്താവേ. നിന്നിലുള്ള സമ്പൂർണമായ സമാധാനം അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. എല്ലാവർക്കും വായ തുറന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഈ ക്രിസ്മസ് ദിനത്തിൽ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഈ ദിവസമാണോ നീ ജനിച്ചത് എന്നുള്ള വിഷയം ഞങ്ങൾക്കറിയില്ല. എന്നാൽ നീ ഈ ലോകത്തിൽ വന്ന് ജനിച്ചു എന്നുള്ള സത്യം പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. നീ ശിശുവായി ജനിച്ചുവെങ്കിലും നീ സമ്പൂർണനായിരിക്കുന്ന ക്രിസ്തുവായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പൂർണ്ണനായ ക്രിസ്തുവിന്റെ മുൻപിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നിന്നെ ആരാധിക്കുകയാണ് കർത്താവേ. ആദ്യനും അന്ത്യനും ഞാനാണെന്ന് പറഞ്ഞതായ കർത്താവേ, ഞാൻ തന്നെയാകുന്നു ആൽഫയും ഒമേഗയും എന്ന് പറഞ്ഞതായ കർത്താവേ, ഇതാ ഞാൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ജീവനോടെയായിരിക്കുന്നു എന്ന് ഞങ്ങളോട് അരുളി ചെയ്തതായ കർത്താവേ, ഇത്ര വലിയ ക്രിസ്തുവിനെ എങ്ങനെയാണ് ഞങ്ങൾ മഹത്വപ്പെടുത്തേണ്ടത്? എങ്ങനെയാണ് ആ കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിച്ച് ആ കർത്താവിന് മഹത്വം കൊടുത്ത് അങ്ങയെ ആരാധിക്കേണ്ടത് എന്നത് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് ബോധിപ്പിച്ചു തരണമേ ഞങ്ങളുടെ കർത്താവേ. രക്ഷയില്ലാത്തതായ ഒരു അനുഭവത്തിലേക്ക് ആരും കടന്നു ചെല്ലുവാൻ ഇടയാക്കരുതേ അപ്പാ. രക്ഷിക്കപ്പെടാതെ കർത്താവിൽ വിശ്വസിക്കാതെ ആയിരിക്കുന്നതായ ജനങ്ങളുണ്ട് ഒരുപാട് പേര്. ഈ ദിവസം കർത്താവെ നിന്റെ അത്ഭുത കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യണമേ. ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വരാതിരിക്കുവാൻ തക്കവണ്ണം അവരെയെല്ലാം നീ രക്ഷിക്കുവാനിടയാകണമേ. അവരോട് നീ മനസ്സലിവ് കാട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന വചനത്തോടുകൂടി, എന്ന വാഗ്ദത്തത്തോടുകൂടി ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമെല്ലാം നിന്റെ രാജ്യത്തിനു വേണ്ടി ഒരുങ്ങുന്നതിനായിട്ട് ഈ പുതുവർഷത്തിൽ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസം ശ്രേഷ്ഠകരമായ അനുഗ്രഹത്തോടെ അഭിഷേകത്തോടെ നിന്റെ മക്കളെയെല്ലാം അയക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ
യേശുവേ യേശുവേ യേശുവേ